السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ ഇഖ്തിലാഫുകൾ കുറക്കാമെന്നും അതോടൊപ്പം തന്നെ ഒരേ മനഹജിലുള്ള ആളുകൾ ഐക്യത്തിൽ എങ്ങനെ പോകാം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. അതിൽ 10ാമത്തെ കാരണമാണ് അവസാനമായിട്ട് സൂചിപ്പിച്ചത്. ദിറാസത്തു കുതുബിർ റഖായിഖി അല്ലതി തുആലിജു അംറാദൽ ഖുലൂബ്. ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനം നൽകുന്ന സ്വഭാവപരമായ പുസ്തകങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സാധാരണ പൊതുവെ ആൾക്കാർ ചെയ്യാറുള്ള എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൽമിയായിട്ട് ഒരുപാട് എന്ത് ചെയ്യും, പഠിച്ചിട്ടുണ്ടാകും. ഫിഖ്ഹിൽ നല്ല ഗ്രാഹ്യത ഉണ്ടാകും, അഖീദയിൽ ഒരുപാട് മസ്അലകൾ, ഇഖ്തിലാഫുള്ള മസ്അലകളും അല്ലാത്ത മസ്അലകളും ഒക്കെ ഇസ്തിആബ് ചെയ്തിട്ടുണ്ടാകും, പഠിച്ചെടുത്തിട്ടുണ്ടാകും. എന്നാൽ സ്വഭാവപരമായി ഹൃദയവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, ഹൃദയത്തിന് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടതൊന്നും ചെയ്യാറുണ്ടാവില്ല, വായിക്കാറുണ്ടാവില്ല. ഇവിടെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം ഈ റദ്ദ് ചെയ്യുന്നതും ബാക്കിയുള്ള ആളുകളുടെ തെറ്റ് നോക്കുന്നതും, അപ്പോൾ അതൊക്കെ ഏതുമായി ബന്ധപ്പെടുന്നതാണ്, ഹൃദയവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെടുന്ന പുസ്തകങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. ആ പുസ്തകം വായിക്കാത്തതാണെന്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അറിയപ്പെട്ട പുസ്തകമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന് പറയുന്ന പുസ്തകം, രോഗവും ശമനവും. മറ്റൊരു പേര് അതിന് പറയപ്പെടുന്നത് അൽ ജവാബുൽ കാഫി ലിമൻ സഅലഹു അനിദ്ദവാ ഇഷാഫി എന്ന പേരിലും ആ പുസ്തകം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം എഴുതാനുള്ളൊരു കാരണം ഒറ്റ ചോദ്യമാണ്. ആദ്യം ആ ചോദ്യം കൊടുക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, ഒരു 600ഓളം വരുന്ന പുസ്തകം ഷെയ്ഖ് രചിക്കുന്നത്. അപ്പോൾ അതിൽ മൊത്തം ചർച്ച ചെയ്താണ് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണത് അവൻ്റെ ജീവിതത്തിലേക്ക് ബാധിക്കുക, എങ്ങനെയാണ് അവൻ്റെ ബർക്കത്ത് എടുക്കപ്പെടുക, ഒക്കെ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം എന്നാണ്. ഇന്ന ഖുലൂബൽ ഇബാദി തംരിദു കമാ തംരിദുൽ അജ്സാദ്. ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ എന്തിനും രോഗം ബാധിക്കും, ഹൃദയത്തിനും രോഗം ബാധിക്കും. ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിക്കും, അതേപോലെ തന്നെയാണെന്ത്, ഹൃദയത്തിനും തുരുമ്പുണ്ടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതി ഫിസ് സുദൂർ. ഹൃദയങ്ങൾ, അത് അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, അന്ധത ബാധിച്ചിട്ടുള്ളത്. അലാ വഇന്ന ഫിൽ ജസദി മുൽഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവനും ചെയ്തു നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അതുകൊണ്ട് ഹൃദയത്തെ സംരക്ഷിക്കണം, അസൂയയിൽ നിന്ന്, അതിക്രമത്തിൽ നിന്ന്, മറ്റൊരാളെ മോശമായി ചിത്രീകരിക്കുന്നതിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം ഹൃദയത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു കോപിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. ഇബ്നു അബ്ദുൽ ഖവി റഹിമഹുള്ള പറയാൻ വവാലിബ അലാ ദർസിൽ ഖുർആൻ. നീ ഖുർആനിൻ്റെ പഠനത്തിൽ എന്ത് ചെയ്യണം, മുഴുകണം, അതെപ്പോഴും നീ തുടർത്തണം. ഫഇന്നഹു യുലയ്യിനു ഖൽബൻ ഖാസിയൻ. കടുത്തുപോയ ഹൃദയത്തെ അതെന്ത് ചെയ്യും, നൈർമല്യമുള്ളതാക്കും, ലോലമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ വകദാലിക്കൽ ഇനായത്തു ബിസ്സുന്ന. ഖുർആനിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്, അതേപോലെ എന്തിനും പ്രാധാന്യം കൊടുക്കണം, ഹദീസുകൾക്കും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഖുർആൻ പഠന ക്ലാസ്സൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. അതേപോലെ നടക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഹദീസിൻ്റെ പഠന ക്ലാസ്സുകൾ. ഇപ്പോൾ സ്വഹീൽ ബുഖാരീൻ്റെ, സ്വഹീഹ് മുസ്ലിമിൻ്റെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നാട്ടിൽ വ്യാപകമായിട്ട് നടക്കണം. എന്നാൽ അതിൻ്റെ ഉപകാരം ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ അത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയില്ല, അങ്ങനൊരു പഠനം നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പഠനം കൂടി എന്താണ്, ആവശ്യമാണ്. അപ്പം അങ്ങനെ ഹദീസ് ഇരുന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അതിൻ്റേതായ ഗൗരവമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഹദീസിനോടൊരു താല്പര്യവും ഹദീസിനോടൊരു ബഹുമാനവും ഒക്കെ വരിക. മറ്റത് ഹദീസിനോടൊരു വിമുഖത ഉണ്ടാകാനുള്ള കാരണം ഹദീസിൻ്റെ പഠനം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പഠിക്കാതെ വിട്ടിട്ടുണ്ട്. അതും ഒരു കാരണമാണ് ഹദീസിനോട് വിമുഖത വെച്ച് പുലർത്താൻ. അപ്പോൾ രണ്ടാമത്തേത്, ഹദീസിന്
പ്രാധാന്യം കൽപ്പിക്കണം. വതദബ്ബുറുഹ വതഅമ്മുലുഹ, ഹദീസിനെ പറ്റി ചിന്തിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഹദീസ് എന്നുള്ളത് റസൂലിൻ്റെ സംസാരമാണ്. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൻ്റെ രണ്ട് അടിസ്ഥാന തെളിവുകൾ ഏതാണ്? അൽ ഖുർആനു വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ്. നമ്മൾ ഈ പറയുന്ന കിതാബു തൗഹീദ് ആകട്ടെ, സലാസത്തുൽ ഉസൂൽ ആകട്ടെ, അൽ ഖവായിദുൽ അർബ, ഇതൊക്കെ വായിക്കുന്നത് എന്തിനാ? നമ്മളോട് ഒരാൾ ചോദിക്കാൻ ഇതൊക്കെ വായിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാലുള്ള ഉത്തരം എന്താ? ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ എന്തിനു വേണ്ടി വായിക്കുന്നു? അഖീദ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന പുസ്തകങ്ങൾ എന്തല്ല, ഗായത്തല്ല. പല ആളുകളുടെയും മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിതാബ് തൗഹീദ് വായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരിക്കലും അതല്ല. കിതാബ് തൗഹീദ് വായിക്കുക, അതേപോലെ തന്നെ ഒരുപാട് കിതാബുകൾ വായിക്കുക എന്നുള്ളത് ലക്ഷ്യമേ അല്ല. ലക്ഷ്യം ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക. അതിലേക്കുള്ള മാർഗ്ഗമാണെന്ത്? വസീലയാണ് ഈ കിതാബ് തൗഹീദ് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വസീല പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. പക്ഷേ വസീലയെ എന്ത് ചെയ്യരുത്? ഗായത്താക്കി മാറ്റരുത്. വസീല വസീലയാണ്. കാരണം അത് പണ്ഡിതന്മാരുടെ സംസാരമാണ്, അതിൻ്റെ പ്രാധാന്യമുണ്ട്, ഇല്ല നമ്മൾ പറയണില്ല. പക്ഷെ അതിനെ ലക്ഷ്യമാക്കി അത് ഖുർആനെ പോലെ കാണുക, അതിനെ ഹദീസിനെ പോലെ കാണുക എന്നുള്ളതില്ല. മറിച്ച് അതൊക്കെ ഖുർആനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാൻ, ഹദീസ് കൃത്യമായി മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം, നമ്മൾ എന്ത് വായിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ഖുർആൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. ഖുർആനുള്ളത് അഖീദാപരമായ മസ്അലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ഖുർആനിലെ ആ മസ്അല വരുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഫഹമാവും. അപ്പോൾ നമ്മുടെ ഗായത്ത് ലക്ഷ്യം ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റേത് വസീലയാണ്. മാർഗത്തെ മാർഗമായി കാണണം, ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യരുത്? കാണരുത്. പല മതവിദ്യാർത്ഥികൾക്കും സംഭവിച്ച പിഴവാണത്. അടുത്തത് ഷെയ്ഖ് പറയുന്നത് ഖിറാഅത്തു കുതുബിർ റഖായിഖ്, റഖായിഖുമായി ബന്ധപ്പെട്ട സ്വഭാവപരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കണം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പുസ്തകങ്ങൾ എണ്ണിപ്പറയാണ്. ഒന്ന് അൽ ഫവായിദ്. അൽ ഫവായിദ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ വ്യത്യസ്ത വിഷയങ്ങളാണ്, നല്ല രസമുണ്ട് വായിക്കാൻ. രണ്ടാമത്തേത് ഇദ്ദത്തു സ്വാബിരീൻ, ക്ഷമാലുക്കളെ കുറിച്ചുള്ള ചർച്ചയാണ്. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കാൻ സാധിക്കുക, എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം ക്ഷമാലു ആകണമെങ്കിൽ. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനാണോ ക്ഷമ വേണ്ടത്, അതല്ല നന്മ ചെയ്യാനാണോ കൂടുതൽ ക്ഷമ വേണ്ടത് എന്നിങ്ങനെയുള്ള ചർച്ചകളാണ്. മൂന്നാമത്തേത് മിഫ്താഹുദാരി സആദ വദാറുൽ ഹിജ്റത്തൈൻ വത്വരീഖുൽ ഹിജ്റത്തൈൻ വൽ ജവാബുൽ കാഫി. ഇതൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പുസ്തകമാണ്. പിന്നെ പറയുന്നത് ഇമാം സഅദി റഹിമഹുള്ളയുടെ പുസ്തകമാണ്, അഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ല, കിതാബു ഷജറത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടേത്, അതേപോലെ സഅദി റഹിമഹുല്ല, ഇവരുടെയൊക്കെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി ടച്ചുകൾ ഉണ്ടാവില്ല. എന്നാൽ പല സ്വഭാവപരമായ പുസ്തകത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? സൂഫികളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിലൊന്നും ആ സ്വാധീനം എന്ത് ചെയ്യൂല? നമുക്ക് കാണൂല. അതുകൊണ്ട് തന്നെ അത് ഉപകരിക്കും. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഫഅമ്മാ മൻ തഗ വആസറ അൽ ഹയാത അദ്ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? പേടിച്ച് സ്വന്തം ദേഹേച്ഛയെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫഇന്നൽ ജന്ന, സ്വർഗമാണെന്ത്? അവൻ്റെ അഭയസ്ഥാനം. 10ാമത്തെ കാരണമാണ് പറഞ്ഞു വെച്ചത്. ഇനി 11ാമത്തെ കാരണം, അതായത് ഈ 11 കാരണങ്ങൾ എന്തിൻ്റെ കാരണങ്ങളാണ്? ഖിലാഫുകൾ ഇല്ലാതാക്കാൻ, ഐക്യത്തിലേക്ക് എത്തിക്കാനുള്ള 10 കാരണങ്ങൾ സൂചിപ്പിച്ചു. 11ാമത്തെ കാരണം മസ്ലഹത്തും മഫ്സദത്തും പരിഗണിക്കണം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. മുറാഅത്തുൽ മസാലിഹി വൽ മഫാസിദ്. മസ്ലഹത്തും മഫ്സദത്തും എന്ത് ചെയ്യണം? പരിഗണിക്കണം. എല്ലാം പറയാൻ പറ്റൂല, സത്യമായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യണം? അത് സാഹചര്യം മനസ്സിലാക്കണം, ആളുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലായതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യമല്ലേ, പറയുന്നതിന് എന്താ പ്രശ്നം എന്നല്ല, മറിച്ച് മസ്ലഹത്തും മഫ്സദത്തും. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുമെങ്കിൽ പറയാം, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഷെറാണെങ്കിലോ പറയാതിരിക്കുക എന്നുള്ളതാണ്. അതിന് എത്ര വലിയ സത്യമായാലും. അപ്പോൾ മുറാഅത്തുൽ മസാലിഹ് വൽ മഫാസിദ്, മസ്ലഹത്തും മഫ്സദത്തും ചെയ്യണം, പരിഗണിക്കണം. ഇവിടെ 2 അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, 2 അടിസ്ഥാന ഖായിദകൾ. ഇതെപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തേത് ദർഉൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്. ദർഉൽ മഫാസിദ് മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്. ഒരു തെറ്റിനെ തടയുക,
എന്നുള്ളതാണ് ഒരു നന്മ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് എന്നാണ്. ഒരു ഫിത്നയെ ഇല്ലാതാക്കാൻ പറ്റും. ഒരു നന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഒരു ഷെറുണ്ടാകുമെങ്കിൽ ആ ഷെറുണ്ടാകാതിക്കലാണെന്ത്? നല്ലത് എന്നാണ്. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഷെറുണ്ടാകുമെങ്കിൽ ആ ഷെറുണ്ടാകാതിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നന്മ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഖായിദയുടെ അർത്ഥം. രണ്ടാമത്തേത് ഇർത്തികാബു അഖഫിൽ ളററൈൻ ഫീ സബീലി ദഫ്ഇ അഅലാഹുമാ. 2 തെറ്റുകളുണ്ടാവും. ഈ 2 തെറ്റിൽ ഒരു തെറ്റ് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുക? ഏറ്റവും ചെറുത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചെറുത് നമ്മൾ സ്വീകരിക്കുക. അതിന് ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ലമ്മ സഅലതു അൻ ഇആദതി ബിനാഇൽ കഅബ, കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ലൗലാ ഹിദ്സാനു ഖൗമിക ബിൽ കുഫ്രി ലഫഅൽതു. അതായത് പുതു മുസ്ലിമീങ്ങളായി വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ആ കഅബയുമായി ബന്ധപ്പെട്ട പണി പൂർത്തീകരിക്കുമായിരുന്നു. മറ്റേത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നും എന്ത് കഅബയെ പൊളിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ റസൂൽ ഒരു നന്മ എന്ത് ചെയ്യാണ്? റസൂൽ നന്മ ചെയ്യാതിരിക്കുകയാണ്. റസൂൽ അവിടെ ഒരു നന്മ ഒഴിവാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? വലിയ ഫിത്ന എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകും. അപ്പോൾ നന്മ ഉണ്ടാകുക എന്നുള്ളതല്ല, മറിച്ച് ഫിത്നയെ എന്ത് ചെയ്യുക? തടയുക, പ്രശ്നങ്ങൾക്ക് തടയിടുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. രണ്ടാമത്തേത് നബിയുടെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം. മുനാഫിഖീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടു. അവരോട് യുദ്ധം ചെയ്തിട്ടില്ല, അവരെ ഒരാളെയും വധിച്ചിട്ടില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? യതഹദ്ദസു നാസു അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു. നബി എന്ത് ചെയ്യുന്നു? തൻ്റെ അനുയായികളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കുന്നുണ്ട് എന്ന് പറയും. കാരണം മുനാഫിക്കീങ്ങൾ പുറമേ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് കാണുന്നത്? മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത്. മുനാഫിക്കീങ്ങളാണെന്ന് ആർക്കേ അറിയുള്ളൂ? നബിക്കും സഹാബത്തിനുമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെ കൊന്നില്ല. അവരെ കൊല്ലാതെ എന്ത് ചെയ്തു? അവിടെ അങ്ങനെ വിട്ടേച്ചു എന്നാണ്. കാരണം കൊന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ എന്തുണ്ടാകും? മഫ്സദത്ത് ഉണ്ടാകും. അപ്പോൾ ആ മഫ്സദത്ത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദർ ഉൽ മഫാസിദ്, മഫ്സദത്ത് തടയാന്നുള്ളതാണ് മുഖദ്ദം, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. എന്തിനേക്കാളും? ജൽബുൽ മസാലിഹ്, നന്മ കൊണ്ടുവരുന്നതിനേക്കാളും. അവർ വധിച്ചു കഴിഞ്ഞാൽ നന്മ ഉണ്ടോ എന്ന് ചോദിച്ചാലോ? നന്മ ഉണ്ട്. പക്ഷെ അവിടെ എന്താ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്? ആ ഫിത്ന ഇല്ലാതിക്കുക, മഫ്സദത്ത് തടയുക. വകാന യറൽ അസ്നാമൽ മുഹീത ബിൽ കഅബ ഫലം യുസിൽഹ. മൂന്നാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടായിരുന്നു? ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾ എന്ത് ചെയ്യാൻ പോയിട്ടില്ല? തച്ചുടക്കാനൊന്നും നബി ആദ്യഘട്ടത്തിൽ പോയിട്ടില്ല, ആ വിഗ്രഹത്തെ ഇല്ലാതാക്കാനൊന്നും. മറിച്ച് എപ്പോഴാണ് അതൊക്കെ ചെയ്തത്? ഫത്ഹ് മക്കൻ്റെ സന്ദർഭത്തിലാണ്. കാരണം അപ്പം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ആ സന്ദർഭത്തിൽ ചെയ്യുന്നതിന് മസ്ലഹത്തിൽ നന്മയില്ലേ? നന്മ ഉണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്? തിന്മയുണ്ട്. അപ്പോൾ ആ തിന്മ എന്ത് ചെയ്തു? തിന്മ തടയാൻ വേണ്ടിയിട്ട് ഈ നന്മ എന്ത് ചെയ്തു? ഒഴിവാക്കി. വഖുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. ഇത് ആ സന്ദർഭത്തിൽ, ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ ഒക്കെ തച്ചുടച്ചതിന് ശേഷം ഈ ആയത്താണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഖായിദ, ഒന്ന് ഇർത്തികാബു അഖഫിൽ ളററൈൻ, ഇർത്തികാബു അഖഫിൽ ളററൈൻ, 2 തിന്മകൾ വരുമ്പോൾ ഒരു ചെറിയ തിന്മ എന്ത് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത് ദർ ഉൽ മഫാസിദ് മുഖദ്ദമുൻ അല ജൽബിൽ മസാലിഹ്, നന്മ കൊണ്ടുവരുന്നതിനേക്കാളും മഫ്സദത്ത് തടയുക എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, فإذا كانت الردود بين طلبة العلم تؤدي إلى مفسدة كبرى يستغلها أعداء السنة. പരസ്പരം മതവിദ്യാർത്ഥികൾ തമ്മിലുള്ള മറുപടികൾ അത് ഒരു മഫ്സദത്തിലേക്ക് എത്തിക്കും, വലിയൊരു മഫ്സദത്തിലേക്ക് എത്തിക്കും. എങ്ങനെയുള്ള മഫ്സദത്താണത്? പുറത്തുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്യും? ആ മഫ്സദത്തിൽ നിന്ന് ഉപകാരം എടുക്കും. അങ്ങനെയുള്ള മഫ്സദത്തിലേക്ക് പരസ്പരമുള്ള മറുപടികൾ എത്തിച്ചേരുമെങ്കിൽ ഫഇന്നൽ വാജിബ ഹുവ തനാസുഹു വബയാനുൽ ഹഖ് ബിദലീലിഹി വമുആലജതു കുല്ലി ഖളിയത്തിൻ ബിമാ യഖ്തലീഹിൽ ഹാൽ. അവിടെ അവസ്ഥ പരിഗണിക്കണം. അവസ്ഥ പരിഗണിച്ചിട്ട് എന്തിനു പോകാൻ പറ്റുള്ളൂ? മറുപടിക്ക് പോകാൻ പറ്റുള്ളൂ. ഈ മറുപടി കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നസീഹത്ത് എന്തുണ്ടാകണം? ആ വിഷയത്തിൽ ഉണ്ടാകണം. ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതോടൊപ്പം എന്ത് ചെയ്യുക? തെളിവും പറഞ്ഞു വെക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? റദ്ദിന് പോകരുത് എന്നാണ്, മറുപടിക്ക് പോകരുത്. കാരണം മറുപടിക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? മഫ്സദത്ത് ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ പരിശോധിക്കണം, ഈ വിഷയം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പുറമേയുള്ള ആളുകൾ ഇതിൽ നിന്ന് നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ടോ? മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ
ഞാൻ പറയുന്ന മറുപടി കാരണം ഉണ്ടാകുമോ എന്നൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അൽ മുഹാഫളതു അലാ മക്കാനത്തിൽ മർദൂദി അലൈഹി വഹിഫ്ലി മൻസിലതിഹി. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് ഉലമാ ഉസുന്ന, അതായത് സുന്നത്തിൻ്റെ ഉലമാക്കൾ ഇബ്നു ഹജർ റഹ്മഹുല്ല, ഇമാം നവവി റഹ്മഹുല്ല, ഇവരുടെ പുസ്തകത്തിലൊക്കെ സംഭവിച്ച പിഴവുകളെ ആ രൂപത്തിലാണ് എന്ത് ചെയ്തത്, കൈകാര്യം ചെയ്തതെന്ന്. അവരുടെ സ്ഥാനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റദ്ദ് ചെയ്യുന്ന സമയത്ത് ആ മയത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റദ്ദ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നന്മകൾ അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ല ഫത്ഹുൽ ബാരിക്ക് തഅലീഖ് എഴുതിയ സന്ദർഭത്തിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, അതിന് അടിക്കുറിപ്പ് എഴുതിയ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയാൻ, അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅ ലി ഉമ്മത്തിഹി ഈജാബ ഇൻകാരിൽ മുൻകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് മതമായി പഠിപ്പിച്ച വിഷയമാണ് തെറ്റെന്ത് ചെയ്യുക, തിരുത്തി കൊടുക്കുക. തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം, തിരുത്തി കൊടുക്കണം. ലിയഹ്സുല ബി ഇൻകാരിഹി മിനൽ മഅറൂഫി മാ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. എന്തിനാണ് ആ തെറ്റ് തിരുത്തുന്നത്? ആ തെറ്റ് തിരുത്തുന്നതിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നതുമായ കാര്യം എന്ത് ചെയ്യും, നടക്കും. എന്നാലോ ഫഇദാ കാന ഇൻകാരുൽ മുൻകർ യസ്തൽസിമു മാ ഹുവ അൻകറു മിൻഹു വഅബ്ഗളു ഇലല്ലാഹി വറസൂലിഹി. നമ്മളൊരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ഓൻ അതിനേക്കാളും വലിയ തിന്മയിലേക്ക് എന്ത് ചെയ്യും, എത്തിച്ചേരുമെങ്കിൽ എന്ത് ചെയ്യരുത്, ആ തെറ്റ് തിരുത്താൻ നിൽക്കരുത്. ഫഇന്നഹു ലാ യസൂഗു ഇൻകാറുഹു വഇൻ കാന അല്ലാഹു യുബ്ഗിലുഹു വയംഖുതു അഹ്ലഹു. അള്ളാഹു അത് കോപിക്കുന്ന വിഷയമാണ് എങ്കിലും എന്ത് ചെയ്യരുത്, തെറ്റ് തിരുത്താൻ പോകരുതെന്നാണ്. കാരണം തിരുത്തി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിഗണിക്കണം. ഞാനിപ്പോൾ അവിടെ പോയിട്ട് തിരുത്തി കഴിഞ്ഞാൽ ഓൻ ഇപ്പോൾ ചെയ്യുന്ന തിന്മ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഊക്കിൽ ചെയ്യുമെങ്കിലോ, തിരുത്താൻ നിൽക്കരുതെന്നാണ്. ആ സന്ദർഭത്തിൽ തിരുത്താൻ നിൽക്കരുത്. അപ്പോൾ തെറ്റുകൾ തിരുത്തുന്ന സമയത്ത് എന്ത് പരിഗണിക്കണം, മസ്ലഹത്തും മഫ്സദത്തും പരിഗണിക്കണം. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ മറുപടി കൊടുക്കണം എന്നുണ്ടോ? എല്ലാത്തിനും മറുപടി കൊടുക്കണം എന്നില്ല. കാരണം എല്ലാത്തിനും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് പരിഗണിക്കണം, മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മഫ്സദത്ത് ഉണ്ടാവുമോ, മസ്ലഹത്ത് ഉണ്ടാവുമോ? എല്ലാത്തിനും റദ്ദ് കൊടുക്കണോ? അതുമില്ല. അവിടെ മഫ്സദത്ത് പരിഗണിക്കണം, മസ്ലഹത്ത് പരിഗണിക്കണം. അപ്പോൾ ഈ റദ്ദിൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് മസ്ലഹത്തും മഫ്സദത്തും. ഫൈദ അദ്ദൽ ഇൻകാറു ഇലാ മഫ്സദത്തിൻ അക്ബർ. ഷെയ്ഖ് പറയാൻ, ഏറ്റവും വലിയ മഫ്സദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വജബ തവഖുഫ്, ഓൻ എന്ത് ചെയ്യണം, അവിടെ നിൽക്കണം. തവഖുഫ് നിർബന്ധമാണ്. വലിൻതിലാർ, ഓൻ കാത്തു നിൽക്കണം. ബൽ വജബ തവഖുഫുൽ ഇൻകാർ, മറിച്ച് ഓൻ തെറ്റ് തിരുത്തുന്നത് അവിടെ തന്നെ നിർത്തൽ നിർബന്ധമാണ്. തെളിവെന്താ? സൂറത്തുൽ അൻആമിലെ 108-ാമത്തെ ആയത്ത്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. അള്ളാഹുവിനെ കൂടാതെ ആരെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരെ നീ എന്ത് ചെയ്യരുത്, ചീത്ത വിളിക്കരുത്. കാരണം എന്താ? ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. അള്ളാഹുവിന് എന്ത് ചെയ്യും, അത് ചീത്ത പറയാൻ കാരണമാവും. അപ്പോൾ ഇവിടെ വലിയ മഫ്സദത്താണ് ഉണ്ടാവുക. ഇവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മഫ്സദത്തുൻ അക്ബർ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യരുത്, ഇവരെ കുറ്റം പറയരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും ഇതിന് സമാനമായ ആശയങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അവസാനം പറയാണ്, ഫതഅമ്മലു യാ ദുആത്തൽ ഇസ്ലാം. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. വതബ്ബിഖൂഹു, ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണം. വലാ തഹ്ദിമു ബിനാഅൻ ഖായിമൻ മിൻ അജലി മൻഹജിൻ തബന്നൈതുമൂഹു. നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു മനഹജ് ഉണ്ടാവും, ആ മനഹജിന് എന്ത് ചെയ്യരുത്, നിങ്ങൾ തച്ചുടക്കരുത്. ബൽ അസ്ഹമു മഅ ഇഖ്വാനിക്കും ഫീ ബിനാഹി ആദ സർഹ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നിങ്ങൾ പടുത്തുയർത്തിയ മനഹജ് അത് തഖ്വയുടെയും ബിറിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പടുത്തു കൊണ്ടുപോകണം. അതല്ലാതെ എന്ത് ചെയ്യരുത്, മറുപടി കൊടുത്തിട്ട് അതിനെ തകർത്ത് കളയുന്ന, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കോട്ടം സംഭവിക്കുന്ന ഒരു ഹേതുവായിട്ട് നിങ്ങൾ മാറരുത് എന്ന് ഷെയ്ഖ് പറയാണ്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. 12-ാമത്തെ കാരണം, ഫഹ്മുൽ മൻകൂൽ കമാ അറാദ ഖായിലുഹു വത്തസബ്ബുത് മിൻ സിദ്ഖിൻ നാഖിൽ. ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യം എന്ത് ചെയ്യാം, അയാൾ ഏതൊരു അടിസ്ഥാനത്തിലാണോ പറഞ്ഞത്, എങ്ങനെയാണോ പറഞ്ഞത്, ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അയാളൊന്ന് പറയുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, വേറെ രൂപത്തിൽ മനസ്സിലാക്കുന്നു. സാധാരണ ഈ സമസ്തക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ സക്കരിയ സ്വലാഹി റഹിമഹുല്ല പറയലുണ്ട്. അതായത് ചോദ്യം ചോദിക്കും, അലവി എന്ത് ചെയ്യും, അലവി സക്കാഫി വേറെ മറുപടിയാണ് പറയുക, ചോദ്യത്തിനുള്ള മറുപടിയല്ല. അപ്പോൾ സക്കരിയ സ്വലാഹി റഹിമഹുല്ല പറയും, ഉത്തരം പറയേണ്ടത് എന്തിനാ, എൻ്റെ ചോദ്യത്തിനാണ്, അല്ലാതെ റെഡിമെയ്ഡ് ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിന് ഉത്തരം പറയാനല്ല എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയാം.
അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടാവും, അദ്ദേഹം മനസ്സിലാക്കാത്തത് നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അതെന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല എന്നാണ്. ഇനിയോ രണ്ടാമത്തേത്, ആ പറഞ്ഞ കാര്യം അത് അയാൾ പറഞ്ഞിട്ടുണ്ടോയെന്നും കൂടി എന്ത് ചെയ്യണം, സ്ഥിരപ്പെടുത്തണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെവിടെയാണ് നടക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്ലിപ്പ് എന്ത് ചെയ്യും, ക്ലിപ്പ് പകുതി കട്ടുമുറിക്കും. നമ്മൾ കേൾക്കുന്ന ആളെന്ത് വിചാരിക്കും, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നെയും കേട്ടിട്ടില്ല, ബാക്കിലും കേട്ടിട്ടില്ല, അതിന് മുമ്പ് എന്ത് എന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ രണ്ടും കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് ആ പകുതി മാത്രം കേട്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ആളാണ് എന്ന് വിധിക്കാൻ എന്തില്ല, നമുക്ക് വകുപ്പില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി പരിഗണിച്ചു പോകണം. يرجع إلى أن البعض لم يفهم الكلام المنقول على الوجه الذي يريده قائله إما لعدم فهم المخاطب وإما نتيجة للثقة المفردة في بعض النقلة. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഭാഗം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് അങ്ങേയറ്റത്തെ വിശ്വാസം ഉണ്ടെങ്കിലോ പിന്നെ അവരെന്ത് ചെയ്താലും എന്ത് ചെയ്യും, നമ്മൾ വിശ്വസിക്കും. അതാണ് പ്രശ്നം എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പോൾ അമിതമായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ വിഷയത്തിൽ എന്ത് വന്നാലും നമ്മൾ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ്, ഹക്കിനോട് കൂറുള്ള, സത്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മതവിദ്യാർത്ഥി ചെയ്യേണ്ടത് ലാ യതസറഉ ഫീ ഖബൂലിൽ അഖ്ബാരി അലാ അവാഹിനിഹാ ഹത്താ യതഅക്കദ മിൻ ഖസ്ദിൽ ഖാഇൽ. ആരാണോ പറഞ്ഞത് ആ പറഞ്ഞ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നെന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പിക്കണം. ആ അഖ്ബാർ, അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്ത സ്വീകരിക്കുന്നതിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, വേഗത ഉണ്ടാകാൻ പാടില്ല. ആലോചിച്ച് അത് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടതൊക്കെ കേട്ട് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വസിഹത്തിൻ നഖ്ൽ, ആ നഖ്ൽ സഹിയാണോ, ഉദ്ധരിക്കപ്പെട്ട് വന്ന കാര്യം സഹിയാണ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളും പറയാം. അങ്ങനെയല്ല, ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ഉറപ്പുണ്ടാകണം, അയാളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എന്തുണ്ടാകണം, ഉറപ്പുണ്ടാകണം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ശൈലി മനസ്സിലാക്കണം, എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യണം, നമ്മളത് വീക്ഷിക്കണം. ഫഇദാ റദ്ദ യകൂനു റദ്ദുഹു ഹീനഇദിൻ റദ്ദൻ സ്വഹീഹൻ മുദ്ദഅമൻ ബിദ്ദലീൽ. അങ്ങനെ റദ്ദ് ചെയ്താൽ, ഈ രൂപത്തിലൊക്കെ എല്ലാ ഭാഗങ്ങളും വായിച്ചെടുത്തു മനസ്സിലാക്കി എന്നിട്ട് റദ്ദ് ചെയ്താലാണ് എന്ത് ചെയ്യുക, അത് ശരിയായ മറുപടിയാവുക. അപ്പോൾ അതിനെന്തുണ്ട്, ആ മറുപടിക്ക് ഒരു സത്യസന്ധത ഉണ്ട്. അതല്ലാത്തത് എന്തല്ല, സത്യസന്ധത ഇല്ലാത്ത മറുപടിയാണ്. മഅ മുറാഅത്തിൽ മസ്ലഹതി വൽ മഫ്സദ അൽ മുതറത്തിബ അലാ ഹാദൻ നഖൽ. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും റദ്ദിൻ്റെ സമയത്ത് എന്ത് പരിഗണിക്കണം, മസ്ലഹത്തും മഫ്സദത്തും. ഇത് പരിഗണിച്ചിട്ടേ മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫൽ വാജിബു അലാ തുല്ലാബിൽ ഇൽമി ഇദാ ജാഅഹും ഖബറുൻ. അതുകൊണ്ട് ഒരു മതവിദ്യാർത്ഥിയുടെ അടുക്കലേക്ക് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അൻ യതസബ്ബതു, അതെന്ത് ചെയ്യണം, അന്വേഷിക്കണം. ഫലാ യർവൂന കുല്ല മാ യുൻഖൽ, വരുന്നതെല്ലാം എന്ത് ചെയ്യരുത്, നമ്മൾ റിവായത്ത് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലാ യർവൂന അൻ കുല്ലി നാഖിൽ, എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന ഉദ്ധരിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, നിങ്ങൾ എന്ത് ചെയ്യണം, അത് അന്വേഷിച്ച് മനസ്സിലാക്കണം. സൂറത്തു നിസായിലെ 94-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ദറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന. രണ്ടും ഒരേ ആശയം വരുന്ന ആയത്തുകളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ, മൻ അറാദ അൻ യൻഖുല മഖാലതൻ അൻ ത്വായിഫത്തിൻ, ആരെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു വിഭാഗത്തെക്കുറിച്ച്, ഒരു പിഴച്ചു പോയ വിഭാഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഫൽ യുസമ്മിൽ ഖാഇൽ, ആ പറഞ്ഞ ആളുടെ പേരെന്ത് ചെയ്യട്ടെ, പറയട്ടെ. വന്നാഖിൽ, പറഞ്ഞ ആളെ മാത്രമല്ല, ഈ പറഞ്ഞ ആളെക്കുറിച്ച് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടാവുമല്ലോ, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നാണ്. പറഞ്ഞ ആളും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളും എന്ത് ചെയ്യണം, കൊണ്ടുവരണം. വഇല്ല ഫകുല്ലു അഹദിൻ യഖ്ദിറു അലൽ കദിബ്, അല്ലെങ്കിലോ ഈ പറഞ്ഞ ആൾ കളവ് പറയാൻ സാധ്യതയുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം കളവ് പറയാൻ എന്തുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയ വ്യക്തിയായിരുന്നു എന്നാണ്. ഷെയ്ഖിൻ്റെ റദ്ദുകളെക്കുറിച്ച് പഠനം നടത്തിയൊരു പുസ്തകമുണ്ട്, ഷെയ്ഖ് എങ്ങനെയാണ് മറുപടി കൊടുത്തത്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമിന് മറ്റു വിഭാഗത്തിലുള്ള പഴിച്ചുപോയ കക്ഷികളുടെ വാദങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു എന്നാണ്. അതായത് അവരിൽപ്പെട്ട ആളുകൾക്ക് പോലും അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്തിരുന്നു,
ഷെയ്ഖ് വളരെ കൃത്യമായി പഠിച്ചെടുത്തിരുന്നു എന്നാണ്. കാരണം നമ്മളൊരു സമൂഹത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? നീതി വേണം. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ എതിരാളികളൊക്കെ അംഗീകരിച്ച വിഷയമാണ് എന്ത്? ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ അറിവിൻ്റെ ആഴം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം ദീനിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഹക്കിനോട് അത്രയും മുത്തജരീദായിരുന്നു എന്നാണ്, പ്രതിബദ്ധതയുള്ള കൂറുള്ള വ്യക്തിയായിരുന്നു. 13ാമത്തെ കാരണം പറയാം, അദ്മുൽ ഇഖ്തിറാരി ബികസ്റത്തിൽ അത്ബാ. ഒരുപാട് ആളുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? വഞ്ചിതരായി പോകരുത്. ആളുകൾ കൂടുതലുണ്ട് എങ്കിൽ അതാണ് ഹക്ക് എന്ന ഒരു അടിസ്ഥാനം എന്തില്ല? ഇസ്ലാമിൽ ഇല്ല. 2 ആയത്താണ് അതിന് തെളിവായി പറയുന്നത്. സൂറത്തുൽ അൻആമിലെ 116ാമത്തെ ആയത്ത്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ല. ഭൂമിയിലുള്ള അധികം ആളുകൾ നീ അനുസരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ നിന്നെ വഴി പേപ്പിക്കുന്നതാണ്. വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, റസൂലെ താങ്കൾ എന്ത് ചെയ്തു? എല്ലാവരും ഈമാനിലാകണം എന്ന് വിചാരിക്കാൻ, എന്ന് താല്പര്യപ്പെടാൻ. അവർ ഈമാനിലാവോ? ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുക എന്നതിൽ നീ വഞ്ചിതനായി പോകരുത്. ഖദ് യഗ്തറുൽ ബഅദു ബികസ്റതി അത്ബാഇഹി വ മുരീദിഹി. മുരീദുമാരും ഒരുപാട് അത്ബാഉകൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഫയലുന്നു, ഓൻ വിചാരിക്കും. ആര്? ഓൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവൻ വിചാരിക്കും അന്നഹു ഖദ് അസ്ബഹ ആലിമൻ നിഹ്രീറൻ വബത്തലൻ ഷഹീറൻ. ഓൻ വലിയ യോദ്ധാവായിട്ടുണ്ട്, വലിയ ആലിമായിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും? ഓൻ വിചാരിക്കും. വമിൻ ജാനിബിൻ ആഖർ, ഇനി മറ്റൊരു കോണിലൂടെ നോക്കുകയാണെങ്കിലോ, ഖദ് യുർഹിബുഹു ആഹുലാഇൽ അത്ബാ വയഖാഫുഹും ഇൻദമാ യഖ്ഷ അൻ യതഹവ്വലു ഇലാ ഗൈരിഹി ഇദാ ലം യഖ്ല ലിറഗബാതിഹിം വലം യർകുൻ ലിആറാഇഹിം. എന്നിട്ട് പറയാൻ, ചില സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ വ്യക്തി ഉണ്ടാവുമല്ലോ, ഈ വ്യക്തിക്ക് ഒരുപാട് അനുയായികളുണ്ട്. ഈ വ്യക്തിക്ക് സത്യം പറയാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ തടസ്സം ഉണ്ടാകുന്നതാണ്. കാരണം എന്താണ്? അനുയായികൾ കുറേ ഉണ്ട്. അപ്പോൾ ആ അനുയായികൾ എന്ത് ചെയ്യും? അനുയായികൾ ഇദ്ദേഹത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? അനുയായികൾക്ക് ഒപ്പിച്ചിട്ടേ സത്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അനുയായികൾക്ക് ഒപ്പിച്ചിട്ട് എന്ത് പറയും? ദീന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് പറയുന്നത്, എന്ത് ചെയ്യരുത്? വഞ്ചിതനായി പോകരുത്. വബിൽ മുഖാബിൽ ഫൈനൽ അത്ബാഅ ഖദ് യഗ്തറൂന ബിഹി. ഇനിയോ, ഈ അനുയായികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന്, ആ അനുയായികൾ ഉണ്ടാകുന്ന വ്യക്തി ഉണ്ടാവുമല്ലോ, അദ്ദേഹം പയക്കും. മറ്റേതോ, ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യും? പയച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. വയുഫ്തനൂന ബിഹി ഫലാ യത്തബിഊനൽ ഹഖ്ക അല്ലദീ മഅ ഗൈരിഹി. ഇദ്ദേഹത്തോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം കാരണത്താൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള ആളുകൾ പറയുന്ന ഹക്ക് സ്വീകരിക്കൂല. ബാക്കിയുള്ള ആളുകൾ പറയുന്ന ഹക്കിനോട് യാതൊരു കൂറുണ്ടാവില്ല. വലൗ കാന ഹാദൽ മത്ബൂഅ അലാ ബാത്തിൽ. ഇവൻ ബാത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇദ്ദേഹം പറയുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ സംസാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ബാക്കിയുള്ള ആളുകൾ എന്തും ചെയ്യൂല, സ്വീകരിക്കില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസാരത്തിൻ്റെ വൈഭവമല്ല എന്ത്? ഹക്കിൻ്റെ മാനദണ്ഡം. പല ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സംസാരത്തിൽ ചാതുര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. സംസാരിച്ചാൽ തന്നെ ചിലപ്പോൾ 10 ആളൊക്കെ കരയിപ്പിക്കാൻ മാത്രം കഴിവുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. നമ്മളില്ലാന്നൊന്നും പറയാൻ പറ്റൂല. അത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ഹക്കിനെ വിലയിരുത്തരുത്. ഹക്കിനെ വിലയിരുത്തുന്നത് ആളുകളിലേക്ക് നോക്കിയിട്ടല്ല, മറിച്ച് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ, ആ ഹക്ക് ഇദ്ദേഹം പറയുന്നുണ്ടോ എങ്കിൽ ഓക്കെ. അതല്ലാതെ വ്യക്തികളിലേക്ക് നോക്കി, അദ്ദേഹത്തിൻ്റെ കഴിവ് നോക്കി, ഓൻ വലിയ ആളല്ലേ, ഓൻ അറിയപ്പെട്ട ആളല്ലേ, അദ്ദേഹം ഒന്നും അങ്ങനെ പറയില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എന്ത് ചെയ്യണ്ട, എത്തേണ്ടതില്ല. ഹക്കിനോടാണ് കൂറുണ്ടാകേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വഹാദ അംറുൻ ഖതീർ. ഇത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. സലഫുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, മുൻഗാമികളെ കുറിച്ചൊക്കെ പറയാറുള്ളത്, അവരുടെ പിന്നിൽ എന്ത് ചെയ്യൂല, ഒരുപാട് ആളുകൾ കൂടി നിൽക്കുക എന്നുള്ളത് അവർ ഇഷ്ടപ്പെടൂല എന്നാണ്. അവർ തുറന്ന് പറയും, എന്നെക്കൊണ്ട് നിങ്ങളും ഫിത്നയിലായിട്ടുണ്ട്, നിങ്ങളെക്കൊണ്ട് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിത്നയിലായിട്ടുണ്ട് എന്നവർ തുറന്ന് പറയും. നമ്മുടെ ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ഉലമാക്കൾ അടക്കം, സലഫി ഉലമാക്കൾ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥി പറയും, ഷെയ്ഖ് നിങ്ങളെ ദർസിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റാഹത്ത് ഭയങ്കര റാഹത്താണ്, ഹദീസൊക്കെ കേൾക്കുമ്പോൾ. ബാക്കിയുള്ള ഉലമാക്കളിൽ നിന്ന് ഹദീസ് പഠിക്കുമ്പോൾ ആ ഒരു മനസ്സ് എന്ത് ചെയ്യാറില്ല, നമുക്ക് ലഭിക്കാറില്ല. നിങ്ങൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് പുകഴ്ത്തി പറയും ഷെയ്ഖിനെ. ഷെയ്ഖ് അവസാനം പറയുന്ന വാക്കുണ്ട്, നിന്നെക്കൊണ്ട് ഞാനും ഫിത്നയിലായിട്ടുണ്ട്, എന്നെക്കൊണ്ട് നീയും എന്ത് ചെയ്തിട്ടുണ്ട്, ഫിത്നയിലായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ്. അതാണ് അവരുടെ ഇഖ്ലാസ് എന്നുള്ളത്. അപ്പോൾ നമ്മോട് അമിതമായിട്ട് ഒരാൾ കൂറ് വെച്ച് പുലർത്താണെങ്കിൽ നമ്മൾ പറയണം, അങ്ങനെ ചെയ്യരുത്, ഹക്കിനോടാണ് എന്തുണ്ടാകേണ്ടത്, നിങ്ങൾക്ക് ബാധ്യത ഉണ്ടാകേണ്ടത്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുസൈമി ഹഫളുള്ള പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിചാരിക്കരുത്, വിദ്യാർത്ഥികളോട് പറയാൻ, ഷെയ്ഖിൻ്റെ ഒരു ബർനാമിജിന് തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുക,
പങ്കെടുക്കുക. അതും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ ഷെയ്ഖ് പറയുകയാണെന്ത്, സ്വാഭാവികമായിട്ടും ഒരുപാട് അനുയായികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വഞ്ചിതനാകുന്ന അവസ്ഥ ഉണ്ടാകും. ആ ഷെയ്ഖ് വിദ്യാർത്ഥികളോട് പറയാണ്, ഇൽമ ആരിൽ മാത്രം ഒതുങ്ങൂല, എന്നിൽ മാത്രം ഒതുങ്ങൂല, ബാക്കിയുള്ള ഷെയ്ഖുമാരിൽ എന്തുണ്ട്, ഇൽമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നിൽ മാത്രം ഇൽമ് കാസിറാക്കരുത്, ബാക്കിയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ഇൽമ സ്വീകരിക്കണം എന്ന് പറയാൻ. കാരണം ഇൽമ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ ഇൽമ് ലോകത്ത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നിൽ മാത്രം അത് ഒതുങ്ങുകയില്ല എന്ന് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നുണ്ട്. 14ാമത്തെ കാരണം വുജൂബു ഹുസ്നുൽ ലന്നി ബി അഖീഖൽ മുസ്ലിം. നിൻ്റെ സഹോദരൻ്റെ വിഷയത്തിൽ നീ എന്ത് ചെയ്യണം, നല്ലത് വിചാരിക്കണം എന്നാണ്. നല്ലത് വിചാരിക്കൽ നിർബന്ധമാണ്. നല്ലത് വിചാരിക്കൽ നിർബന്ധമാണ്. കാരണം അൽ അസ്ലു ഫിൽ മുസ്ലിമി അസ്സലാമ. മുസ്ലിമിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓ നല്ലോനാണ്, ഓനെന്ത് ചെയ്യൂല, മോശം പറയില്ല, മോശം ചിന്തിക്കുകയില്ല, മോശം ആലോചിക്കുകയില്ല എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം. ഇനി ഒരുത്തൻ മോശമായി ചിന്തിച്ചു, മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്യേണ്ടത്, തെളിവ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം സലാമത്താണ്, സുരക്ഷിതമാണ്, അവൻ നല്ലതല്ലാത്തൊന്നും പറയില്ല എന്നാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 12ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനല്ലൻ. ഒരുപാട് ഊഹങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വെടിയണം എന്നാണ്. ഒരുപാട് ഊഹങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇജ്തനിബു, നിങ്ങൾ വെടിയണം. ഈ യത്തബിഊന ഇല്ലല്ലൻ, അവർ ഊഹമല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല, പിൻപറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇയ്യാക്കും വദ്ദന്ന, നീ എന്ത് ചെയ്യണം, നിങ്ങൾ ഊഹത്തെ വെടിയണം. ഇയ്യാക്കും വദ്ദന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. ഏറ്റവും വലിയ കളവാണെന്ത്, ഊഹം എന്നത്. ഊഹിച്ച് പറയുക, ഊഹിച്ച് ഒരാളുടെ വിഷയത്തിൽ എന്ത് ചെയ്യുക, തീരുമാനമെടുക്കുക. കഫാ ബിൽ മർഇ കദിബൻ, കളവാകാൻ മതിയായതാണ് അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അപ്പോൾ കേട്ടതെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളതിന് എന്തിനു മതി, കളവാകാൻ ധാരാളമാണെന്നാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആരിടണം, ഞാനായിരിക്കണം ആദ്യം ആ പുതിയ മെസ്സേജ് ഗ്രൂപ്പിലേക്ക് ഇടേണ്ടത് എന്ന ഒരു ധ്വനിയാണ് പല ആൾക്കാരുടെ മനസ്സിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യൂല, ഫസ്റ്റ് ഇടണം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും നോക്കൂല, കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, പ്രചരിപ്പിക്കും. പ്രത്യേകിച്ചും ഈ റമദാൻ്റെ സന്ദർഭത്തിലൊക്കെ ഒരുപാട് ഹദീസുകൾ അങ്ങനെ, ഹദീസല്ല, ദുർബലവുമല്ല, ലഈഫുമല്ല, മറിച്ച് മൗലൂആണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളാണ്. റമദാൻ ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അവനക്ക് എന്തുണ്ട്, സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ. അത്ര എളുപ്പമാണ് സ്വർഗ്ഗത്ത് കയറാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇതിങ്ങനെ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലഈഫ്, ദുർബലമായ ഹദീസ് പോലും ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന കൗലാണ്, ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ലാ തളുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ മുസ്ലിമിൻ ശർറൻ. ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് ഒരു വർത്തമാനം, ഒരു വാക്ക് വന്നു, നീ എന്ത് വിചാരിക്കരുത്, അതിൽ നീ ഷർറ് വിചാരിക്കരുത്. വ അൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മല. നീ എന്ത് ചെയ്യണം, ഖൈറിലേക്ക് അതിനെ തിരിച്ചുവിടണം എന്നാണ്. ഖൈറിലേക്ക് അതിനെന്ത് ചെയ്യണം, തിരിച്ചുവിടണം. ഒരു ഷർറിൻ്റെ സംസാരമാണ് സംസാരിച്ചതെന്ന് തന്നെ വിചാരിക്കാം, അതിനെ ഖൈറിലേക്ക് തിരിച്ചുവിടാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നീ ഖൈറിലേക്ക് തിരിച്ചുവിടണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില സംസാരം കേട്ടാൽ തോന്നും, ഇതിലെന്തപ്പോൾ പറഞ്ഞെന്തൊക്കെയോ ഒരു അങ്ങനെ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചതായിരിക്കും, ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും, അങ്ങനെയാണ് സാധ്യത ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഊഹിച്ച് പറയണ്ട, അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ നമുക്ക് പ്രചരിപ്പിക്കാം. അല്ലാതെ എന്ത് ചെയ്യരുത്, നമ്മളായിട്ട് കേട്ട് എനിക്കിങ്ങനെയാണ് മനസ്സിലാകുന്നത്, അദ്ദേഹം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന ഉദ്ദേശം നമ്മൾ എന്ത് ചെയ്യണ്ട, ഉദ്ദേശിക്കേണ്ട. നല്ലത് മാത്രമേ ഒരു സഹോദരൻ്റെ വിഷയത്തിൽ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഷെയ്ഖ് അവസാനിപ്പിക്കുകയാണ് ആ വിഷയം. ഫജ്തനിബുല്ലന്ന അഹ്ബാബി തുല്ലാബൽ ഇൽം. അതുകൊണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഊഹത്തെ വെടിയണം. വഹ്മലു മഖാലാത്തി ഇഖ്വാനിക്കും അലൽ മഹ്മൽ അൽ ഹസൻ. ഏറ്റവും നല്ല രൂപത്തിലേക്ക് അതിനെന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കണം. വ ഇയ്യാക്കും വബത്രൽ കലാം. സംസാരത്തെ പകുതിയായിട്ടിങ്ങനെ മുറിച്ചു വെക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. വ തഖ്വീല ഇഖ്വാനിക്കും മാലം യഖൂലു. നിങ്ങളുടെ സഹോദരന്മാർ പറയാത്തത് എന്ത് ചെയ്യാം, അവരുടെ വിഷയത്തിൽ പറയാം, അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. വ ഇൽസാമുഹും മാ ലാ യൽസമുഹും വ തബ്ബഖു അസറ ഉമർ റളിയല്ലാഹു അൻഹു അൽ മുതഖദ്ദിം. മുമ്പ് പറഞ്ഞു വെച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസർ എന്ത് ചെയ്യണം, നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. വളന്നു ബി ഇഖ്വാനിക്കും ഖൈറ. നിങ്ങളുടെ സഹോദരന്മാരിൽ ഖൈർ വിചാരിക്കണം. വ ഇൻ സദറത് മിൻഹും ബഅലു സല്ലാത്ത്. ചില തെറ്റുകൾ അവരിൽ നിന്ന് ഉടലെടുത്താലും ശരി, അവരെക്കുറിച്ച് എന്ത് ചെയ്യാം, നല്ലത് വിചാരിക്കുക. 15ാമത്തേത് ഖബൂലുൽ ഹഖ് മിമ്മൻ ജാഅ ബിഹി. ഹക്ക് എവിടുന്ന് വന്നാലും എന്ത് ചെയ്യണം, സ്വീകരിക്കണം എന്നുള്ളതാണ്. ഹക്ക് എവിടുന്ന് വന്നാലും സ്വീകരിക്കണം.
അലാ ത്വാലിബിൽ ഇൽമി അൻ യതജറദ ലിൽ ഹഖ്, ഹക്കിനോട് പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം ഒരു മതം പഠിക്കുന്ന ഒരു ത്വാലിബുൽ ഇൽം. വയഖ്ലഉ ലഹു, അതിന് കീഴൊതുങ്ങും. ഹത്ത വ ഇൻ നതഖ ബിഹിൽ ഖസ്മു, അവൻ്റെ എതിരാളിയാണ് ഹക്ക് പറഞ്ഞതെങ്കിലും എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യുഖിറു ഖൗലൽ ഹഖ് അല്ലദീ നതഖ ബിഹി ശൈത്താൻ, ശൈത്താൻ ഒരു സത്യം പറയുന്നുണ്ട്, ആ സത്യത്തെ ആരംഗീകരിക്കുന്നുണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നുണ്ട്. ശൈത്താൻ പറയുന്നത് ഇദാ അവൈത ഇലാ ഫിറാഷിക ഫഖ്റ ആയത്തുൽ കുർസി, നീ എന്ത് ചെയ്യണം? നിൻ്റെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം പറയുകയും നബി പറഞ്ഞു, അദ്ദേഹം ആ പിശാച് എന്ത് ചെയ്തിട്ടുണ്ട്? ശൈത്താൻ നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ട്, ഓനെന്താണ്? പെരുങ്കള്ളനാണ്, ഈ പറഞ്ഞത് എന്താണ്? സത്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർ ഇത് വെച്ചിട്ട് പറയും ശൈത്താനാണ് ഹക്ക് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്ന് പറയലുണ്ട്. ഷെയ്ഖ് പറയാണ് വതൗലീഹു ദാലിക അൻ യുഖാൽ ഇന്ന അബാ ഹുറൈറ റളിയല്ലാഹു അൻ ലം യഖ്ബലിൽ ഹഖ മിനശ് ശൈത്താൻ, ഷെയ്ത്താനിൽ നിന്ന് ഹക്ക് എന്ത് ചെയ്തിട്ടില്ല? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഇന്നമാ ഖബില ബിഹി ബഅദമാ അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ ഖാല ലഹു ഫസദ്ദഖഹു നബി, നബി പറഞ്ഞു ഇത് സത്യമാണ്, അപ്പോഴാണ് എന്ത് ചെയ്തത്? സ്വീകരിച്ചത്. അതല്ലാതെ എന്ത് ചെയ്തിട്ടില്ല? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ചില ആളുകൾ ഈ ഹദീസ് വെച്ചിട്ട് പറയാറുണ്ട് എന്ത്? നഹ്നു നഖുദുൽ ഇൽമ മിൻ അയ്യി അഹദിൻ ദൂന ഖൈദിൻ ഔ ഷർത്തിൻ, ഞങ്ങൾ ആരിൽ നിന്നും എന്ത് ചെയ്യും? അറിവ് സ്വീകരിക്കും. കാരണം തെളിവെന്താ? ഈ പറഞ്ഞ കാര്യമാണ് തെളിവ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിശാചിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. ഫനഖ്ബലുൽ ഹഖ വനറുദ്ദുൽ ബാത്തിൽ. അപ്പോൾ അവിടെ പറയാണ് അബൂ ഹുറൈറ മാ ത്വലബ ഇൽമ മിന ശൈത്താൻ, ശൈത്താനിൽ നിന്ന് അബൂ ഹുറൈറ ഇൽമ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നമാ സദ്ദഖഹു ബി തസ്ദീഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സത്യപ്പെടുത്തി, അതുകൊണ്ട് എന്ത് ചെയ്തു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു. അല്ലെങ്കിൽ പിശാച് പെരുങ്കള്ളനാണ്, പിശാച് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റൂല? ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഫലാ യുഖദുൽ ഇൽമു അൻഹും ഇബ്തിദാഅൻ, അഹ്ലുൽ അഹ്വായിൽപ്പെട്ട അഹ്ലുൽ ബിദഅയിൽപ്പെട്ട ആളുകളുണ്ടാവും, അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? അറിവ് സ്വീകരിക്കരുത്. വൈദാ ഖറജത് മിൻഹും ഇബാറത്തുൻ തുവാഫിഖുൽ ഹഖ, എന്നാൽ അവർ സംസാരം വന്നു, എന്ത്? സത്യത്തോട് യോജിക്കുന്ന ഒരു സംസാരം വന്നു, നമ്മളത് കേട്ടു എങ്കിൽ നമുക്ക് പറയാം എന്ത്? സത്യത്തോട് കൂറുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് ആരോട് ബാധ്യതയില്ല, ആരോട് ബഹുമാനില്ല. ഈ പറഞ്ഞ അഹ്ലുൽ ബിദഅയിനോടുള്ള തഅലീം നമുക്കില്ല, നമുക്ക് ഹക്കിനോടാണ് എന്ത്? തഅലീമുള്ളത്. ഹക്കിനോടുള്ള തഅലീം കൊണ്ടാണ് നമ്മൾ ആ ഹക്ക് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. അത് ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കലൊരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, യാ മുഹമ്മദ് ഇന്നാ നജിദു അന്നല്ലാഹ യജഅലു സമാവാത് അലാ ഇസ്ബഅ വൽ അർദീന അലാ ഇസ്ബഅ വശജറ അലാ ഇസ്ബഅ വൽ മാ വസ്സറ അലാ ഇസ്ബഅ വസായിറൽ ഖലായിഖ് അലാ ഇസ്ബഅ ഫയഖൂലു അനൽ മലിക്. അപ്പോൾ ഒരു ഹദീസ് പറയാൻ, ഒരു സംഭവം പറയാൻ ആ പുരോഹിതൻ പറയുന്നത് അള്ളാഹു എന്ത് ചെയ്യും? ആകാശത്തെ ഒരു വിരലിൽ, ഭൂമിയെ ഒരു വിരലിൽ, ഇങ്ങനെ പറയാൻ. എന്നിട്ട് അവസാനം അള്ളാഹു പറയുന്നത് അനൽ മലിക്, ഞാനാണ് മലിക് എന്ന് അള്ളാഹു പറയും. അപ്പോൾ ഇത് സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ചിരിച്ചു. ഇത് ചോദിക്കുന്നത് ആരാ? ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു, നബിയുടെ അങ്ങേയറ്റം ചിരിച്ചു എന്നാണ്. നബി അങ്ങനെ ചിരിക്കാറില്ല സാധാരണ. എന്നിട്ട് ആയത്തോതി വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ എന്ന ആയത്ത് എന്ത് ചെയ്തു? അവർ പറഞ്ഞത് സത്യമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്തോതി കൊടുത്തു എന്നാണ്. മറ്റൊരിക്കൽ നബിയുടെ അടുക്കലേക്ക് വന്നു ഇതേപോലെ ഒരു പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, ഇന്നക്കും തുശ്രിക്കൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആരാ പറയുന്നത്? ഒരു പുരോഹിതനാ പറയുന്നത്. ആ സമയത്ത് ആ ഷിർക്കിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, തഖൂലൂന മാഷാ അല്ലാ വശിഅത, നിങ്ങളെന്ത് പറയുന്നു? അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നീ ഉദ്ദേശിച്ചാൽ, അള്ളാഹും നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നു. പിന്നെ എന്നല്ല, ആ വ്യക്തി വന്നിട്ട്, ആ പുരോഹിതൻ വന്നിട്ട് പറയുന്നത്, നീ അള്ളാഹു ഉദ്ദേശിച്ചു, നീയും ഉദ്ദേശിച്ചു, അപ്പോൾ നീയും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ ആരിലേക്ക് ചേർത്തി പറഞ്ഞു? അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു. അത് ലഫ്ലിലുള്ള ഷിർക്കാണ്, ലഫ്ലിൽ വരുന്ന ഷിർക്കാണ്. ചില സമയത്തൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറയും. അതായത് ഇപ്പോൾ നമ്മുടെ പള്ളിക്കൊക്കെ നല്ലൊരു പിരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പള്ളീൻ്റെ കാര്യമൊക്കെ നടന്നു കിട്ടും എന്ന പറച്ചിൽ, ആ പറച്ചിൽ എന്തല്ല, ശരിയല്ല എന്നാണ്. ആ ലഫ്ൽ ഒഴിവാക്കേണ്ട ലഫ്ലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ് വതഖൂലൂന വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്ന് പറയാൻ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൂലു, നിങ്ങൾ പറയേണ്ടത് എന്താ? മാഷാ അല്ലാഹു സുമ്മ ശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നീ ഉദ്ദേശിച്ചാൽ. കാരണം മറ്റേതെന്താ? അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെയും
ഈ സൃഷ്ടിയുടെ ഉദ്ദേശത്തെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു. അതെന്ത് ചെയ്യാൻ പറ്റൂല? ഒരുമിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ സുമ്മ പിന്നെ നീ ഉദ്ദേശിച്ചാൽ. അതേപോലെ കഅബയാണ് സത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം വഖൂലു, നിങ്ങൾ പറയണം വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് ആരാണോ ആ റബ്ബ് തന്നെ സത്യം. അപ്പോൾ ഇത് അവർ പറഞ്ഞ സത്യമാണ് എന്നതുകൊണ്ട് നബി എന്ത് ചെയ്തു? നബി അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനുള്ള തെളിവ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ മൻ ജാഅക ബിൽ ഹഖ് ഫഖ്ബൽ മിൻഹു, ഹക്കുമായിട്ട് നിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. വഇൻ കാന ബഈദൻ ബഗീലൻ, നീ അങ്ങേയറ്റം കോപിക്കുകയും നിന്നിൽ നിന്ന് വിദൂരമായ വ്യക്തിയാണെങ്കിലും ശരി. വമൻ ജാഅക ബിൽ ബാത്തിൽ, ബാത്തിലുമായിട്ട് നിൻ്റെ അടുക്കൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫർദുദ്ഹു അലൈഹി, അവനിലേക്ക് തന്നെ എന്ത് ചെയ്യുക? അത് നീ മടക്കിയാക്കുക. വഇൻ കാന ഖരീബൻ, നിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ആ ബാത്തിലുമായിട്ട് വന്നത്, നീ ഏറെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം? ഓൻക്ക് തന്നെ തിരിച്ചു വിടുക എന്നുള്ളതാണ്. 16ാമത്തെ കാരണം ഇസ്തിഅമാലുൽ മആരീൽ വൽ ഇഷാറാത്ത് വത്തൽവീഹ് വത്തൽമീഹ് ബദലൻ മിനൽ ഫദാഇഹി വത്തജ്രീഹി വത്തസ്രീഹി ഇദാ കാന ദാലിക യക്ഫി ലിതസ്ഹീഹിൽ ഖതഇ വഇസാലത്തിൽ മുൻകർ. ഒരു തെറ്റ് തിരുത്താൻ നമുക്ക് പല രീതികൾ സ്വീകരിക്കാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ച് എന്ത് ചെയ്യുക? മറുപടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതല്ല, അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പറയുന്ന ഷെയ്ഖ് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? ചില തെറ്റുകളൊക്കെ വ്യക്തിയുടെ പേര് പറയാതെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിയല്ല എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം എന്നാണ്. അതായത് സൂചന നൽകുക. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ വിഷയം ഡയറക്റ്റായിട്ട് അയാളെ പേര് പറയേ ആ വിഷയം സൂചിപ്പിക്കുകയോ ചെയ്യൂല. ഇൻഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? മറുപടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ മറുപടി കൊടുക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ അതിനെന്ത് ചെയ്യാണ്? ഷെയ്ഖ് ഉദാഹരണമായിട്ട് കൊണ്ടുവരാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഞാൻ നോമ്പാണ്. മറ്റൊരു വ്യക്തി ഞാൻ എല്ലാ ദിവസവും ഇനി രാത്രി നിസ്കാരമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന 3 ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നബി എന്താ പറഞ്ഞത്? മാ ബാലു അഖ്വാമിൻ ഖാലു കദാ വ കദാ, എന്താണ് ചില ആൾക്കാരുടെ അവസ്ഥ? അവരിങ്ങനെ പറയാണല്ലോ, എല്ലാ ദിവസവും നിസ്കരിക്കുമല്ലോ, ഇങ്ങനെ പറയാണല്ലോ. നബി പറയാണ് ലാകിന്നി ഉസല്ലി, ഞാൻ എന്ത് ചെയ്യുന്നു? നിസ്കരിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു. വാസവും, ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, നോമ്പ് മുറിക്കുകയും ചെയ്യുന്നു, നോമ്പില്ലാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. വാതസവ്വജു നിസ, ഞാൻ എന്ത് ചെയ്യുന്നു? ഭാര്യമാരെ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ആ വന്ന 3 ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒന്നും പറയാതെ എന്താണ് ചില ആൾക്കാരുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മറുപടി കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെ മറുപടി കൊടുത്താൽ മതിയെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതാ സ്വീകരിക്കേണ്ടത്. അവർ അത് കേട്ടിട്ട് എന്ത് ചെയ്യും? ഹക്ക് മനസ്സിലാക്കുമെങ്കിൽ ആ രൂപമാണ് സ്വീകരിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ് കാന ഇദാ ബലഗഹു അനിർ റജുലി ഷൈഉൻ ലം യകുൻ മാ ബാലു ഫുലാനിൻ യഖൂൽ. നബിയുടെ അടുക്കലേക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ നബി എന്ത് പറയില്ല? ഓനെന്താ അങ്ങനെ എന്ത് ചെയ്യാറില്ല? നബി പറയാറില്ല. മറിച്ച് നബി എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാ ബാലു അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ, അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് എന്ത് ചെയ്യുക? പറയുക. അപ്പോൾ അത് ഭയങ്കര സ്വഭാവമാണ്. പലപ്പോഴും പല ആളുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സുഹൃത്തിൻ്റെയോ തൊട്ടടുത്തുള്ള ആൾ അവനെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു സന്തോഷമോ, ഞാനൊക്കെ കുറച്ചൊക്കെ ഒരു തഖ്വയൊക്കെ ഉള്ള ആളാണ്, ഓനക്കെന്തില്ല, എൻ്റെ അത്ര ഒന്നുമില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് എന്ത് ചെയ്യുക? എത്തുക എന്നുള്ളതാണ്. അത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനത്തെ ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. وجوب الستر على المخطئ في الأمور التي ليس فيها خطر على العامة يستوجب التحذير منه. എന്നിട്ട് ഷെയ്ഖ് പറയാം, തെറ്റ് സംഭവിച്ചാൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ആ തെറ്റെന്താവൂല, അത് പ്രശ്നം ഉണ്ടാക്കൂല, അത് വലിയ അപകടകരമായതൊന്നുമല്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറച്ചു വെക്കണം എന്നാണ്. മറച്ചു വെക്കൽ നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അതിന് തെളിവെന്താ? മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ന്യൂനത എന്ത് ചെയ്യും? മറച്ചു വെക്കും. അപ്പോൾ ഒരു തെറ്റ് ഒരാളിൽ നിന്നുണ്ടായി, സമൂഹത്തിന് ഒട്ടാകെ എന്ത് ചെയ്യൂല, ആ തെറ്റ് വ്യാപിക്കുകയുമില്ല, ഇദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എങ്കിൽ എന്ത് ചെയ്യരുത്? ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് തഹ്ദീർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇദ്ദേഹത്തിൻ്റെ തെറ്റെന്ത് ചെയ്യണം? മറച്ചു വെക്കണം എന്നാണ്. അഖീലു ദവിൽ ഐഹാത്തി അസറാത്തിഹിം മൻ അഖാല മുസ്ലിമൻ അഖാല അല്ലാഹു അസ്റതഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ തെറ്റുകൾ എണ്ണിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ തെറ്റെന്ത് ചെയ്യും? എണ്ണിത്തിട്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. വമിമ്മ യുജ്ദറു അത്തൻബീഹു ഇലൈഹി ഹുന അത്തഅകീദു അലാ അന്ന ദിക്റൽ മുഖ്തിഇ ബിസ്മിഹി
അംറുൻ മത്ലൂബുൻ ശർഅൻ ഇൻ കാന മിമ്മൻ ഉഷ്തുഹിറ അംറുഹു. എപ്പോഴാണ് ഇനി പേര് പറഞ്ഞിട്ട് മറുപടി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പേര് പറഞ്ഞ് മറുപടി കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടിലൊട്ടാകെ പരന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാളാണെന്നുള്ളത്. അപ്പം എന്ത് ചെയ്യാം, പേര് പറഞ്ഞിട്ട് മറുപടി കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ വ്യക്തി എന്താണ്, അദ്ദേഹത്തിൻ്റെ തെറ്റിലേക്കും ബിദ്അത്തിലേക്കും വിളിക്കുന്ന ആളുമാണ്. അദ്ദേഹം പ്രകടമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിലേക്ക് വിളിക്കുന്നുണ്ട്, ബിദ്അത്തിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മസ്ലഹത്ത് തേടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, മറുപടി പറയാമെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ തെറ്റിലുണ്ടാവും. അവർക്കൊക്കെ എന്ത് മനസ്സിലാവും, ഈ പറഞ്ഞ വ്യക്തി ശരിയല്ല, ഈ പറഞ്ഞ വ്യക്തിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തെറ്റ് പറയുന്ന സന്ദർഭത്തിൽ അവിടെ മസ്ലഹത്ത്, തെറ്റ് എന്നല്ല, ആ പേര് നമ്മൾ വെളിവാക്കുന്ന സന്ദർഭത്തിൽ എന്തുണ്ടാകണം, മസ്ലഹത്ത് ഉണ്ടാകണം. അതിന് 2 തെളിവാണ് കൊടുക്കുന്നത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബിൻത്ത് ഖൈസ് എന്ത് ചെയ്യാണ്, റസൂലിനോട് കല്യാണത്തിൻ്റെ ആവശ്യവുമായിട്ട് വരികയാണ്. എന്ത് ചെയ്യണം, അതായത് ഭർത്താക്കന്മാരെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ചില ആൾക്കാരുടെ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കാൻ നബിയോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അമ്മ അബൂ ജഹ്മിൻ ഫലാ യലഉ അസാഉ അൻ ആതിഖിഹി. അപ്പോൾ കല്യാണത്തിന് വേണ്ടി വരികയാണല്ലോ, അപ്പോൾ കല്യാണത്തിന് വേണ്ടി അന്വേഷിക്കാൻ 2 സഹാബാക്കളെ കുറിച്ചിട്ട് നബി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. പേര് വെച്ചിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. അബൂ ജഹ്മു എന്ന് പറയുന്ന ആൾ ഓനെന്ത് ചെയ്യാറില്ല, കയ്യിൽ നിന്ന് വടി താഴെ വെക്കാറില്ല. അപ്പം എന്ത് ചെയ്യും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ വഅമ്മ മുആവിയ റളിയല്ലാഹു അൻഹു ഫസഅലൂകുൻ ലാ മാല ലഹു, എന്തില്ല, അവരുടെ അടുക്കൽ പൈസ ഇല്ല. അപ്പോൾ അവിടെ പേരെന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം മസ്ലഹത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തേടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്ത് ചെയ്തു, ഒരാൾ അനുവാദം ചോദിച്ചു വന്നു. നബി അനുവാദം കൊടുത്തു. നബിക്ക് അറിഞ്ഞു ഈ പറയുന്ന വ്യക്തിയാണ് വരുന്നത് എന്ന് പറഞ്ഞ സമയത്ത് നബി പറഞ്ഞു എന്നാണ്, ബി സാഹുൽ അഷീറ ഔ ഇബ്നുൽ അഷീറ, ആ വ്യക്തി എത്ര മോശക്കാരനാണെന്ന് എന്ത് ചെയ്തു, നബി പറഞ്ഞു. വന്ന സമയത്ത് എത്ര മോശക്കാരനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, നബിയുടെ അടുക്കൽ ആ വ്യക്തി വന്നിട്ടിരുന്നു, സംസാരിച്ചു തുടങ്ങിയപ്പോഴോ നല്ല പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല രൂപത്തിൽ പെരുമാറിയെന്നാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, ആദ്യം അങ്ങനെ പെരുമാറി, രണ്ടാമത്തെ ഈ രൂപത്തിൽ പെരുമാറി, അദ്ദേഹത്തിന് എന്തുണ്ടാകും, മാനസാന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ ആ തെറ്റ് ചെയ്യുന്ന ആളാണല്ലോ. പിന്നെ എന്തുകൊണ്ട് പേര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പം ആരും കൂടി അറിയണം, കൂടെയുള്ള സ്വഹാബാക്കളും കൂടി അറിയണം. അപ്പോൾ ഇവിടൊക്കെ ഈ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്, റദ്ദുകൾ കൊടുക്കുന്ന സമയത്ത്, മറുപടികൾ കൊടുക്കുന്ന സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ കൊടുക്കണം. ഇനി അതല്ല, പേര് പറയേണ്ട ആവശ്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി, പേര് പറഞ്ഞാൽ മതി എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സമൂഹത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ദാഇയാണ്, ഒരു സലഫി ദാഇയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. പേര് പറയാതെ തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. ഇനി അദ്ദേഹം പിന്നെയും ആ തെറ്റ് ആവർത്തിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കാമെന്നല്ലാതെ ഒറ്റൊരവസരത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ പേര് ഒളിവാക്കി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഅത്തൻബീഹി ഇല അന്ന ബഅല അഹ്ലിൽ ബിദഇ ഹഖ്ഖുഹും അല്ലാ യുദ്കറൂ ബിഅസ്മാഇഹിം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില അഹ്ലുൽ ബിദഇൽപ്പെട്ട ആളുകളുടെ പേരെന്ത് ചെയ്യാൻ പാടില്ല, അത് ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല എന്നാണ്. കാരണം പറയുന്നത് ശ്രദ്ധിച്ചോ, ലി അല്ലാ യുസ്തഹറ അംറുഹും ബൈനന്നാസ്. അങ്ങനെ എന്ത് ചെയ്യും, ഓൻ ഫേമസ് ആവും. നമ്മൾ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓൻ ഫേമസ് ആകുന്ന അവസ്ഥ ഉണ്ടാവും. കൗനുഹും മഗ്മൂരീന ഗൈറ മഅറൂഫീൻ. അവർക്ക് ഈ പറയുന്ന ആളറിയേ ഉണ്ടാവില്ല. നമ്മൾ ഇവന് മറുപടി കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവൻ്റെ പേരും വെച്ച് തംബ്നെയിലിട്ട് മറുപടി എടുത്തിട്ട് അങ്ങനെ ഇവൻ എന്ത് ചെയ്യും, ഫേമസ് ആവും. വദിക്റുഹും ബി അസ്മാഇഹിം ഖദ് യർഫഉ മിൻ ശഅനിഹിം. അവരുടെ സ്ഥാനത്തിന് എന്തുണ്ടാവും, റിഫഅത്ത് ഉണ്ടാവും. ആരാ കാരണക്കാരായത്, നമ്മളാണ്. അപ്പോൾ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രമോഷൻ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. അപ്പോൾ അഹ്ലുൽ ബിദഅന്റെ പേര് എന്ത് ചെയ്യരുത്, പറയരുത് എന്നാണ് പറഞ്ഞത്. അഹ്ലുൽ ബിദഅന്റെ പേര് പറയരുത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അതല്ലാതെ ഒരു പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യരുത്, ഞാൻ ഹക്കിനോട് താല്പര്യമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇങ്ങനെ എല്ലാവരും പേരും വെച്ച് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല. അതിന് ഒക്കെ ഹിക്മത്തും റഹ്മത്തും ഒക്കെ എന്ത് ചെയ്യണം, അലിഞ്ഞു ചേരണം. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ദഅവത്ത് ചെയ്യേണ്ടത്. അതല്ലാതെ ദഅവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പഠിച്ചതൊക്കെ പറയുക, അതൊക്കെ അതേപോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. മറിച്ച് ഹിക്മത്ത് പാലിക്കണം, റഹ്മത്ത് ഉണ്ടാകണം, പരസ്പരം നസീഹത്ത് ഉണ്ടാകണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രബോധനം നടത്തേണ്ടതെന്നാണ്.
അപ്പോൾ ഈ പ്രബോധനം നടത്തുന്ന ആളുകളിൽ പോലും എന്തില്ല, പ്രബോധനം നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പല ആൾക്കാരും പാലിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.